എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു മഹാ എപ്പിസോഡാണ്, 1 മണിക്കൂർ നീണ്ടത്തെ. അതായത് കോടതിയിലെ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മാർക്കോയെ കോടതിയിൽ എത്തുവാണ്. കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മേഘനാണെങ്കിൽ മാർക്കോയുടെ വക്കീലിന് പൈസ കൊടുത്തിട്ടുണ്ട്, ഹാജരാവല്ലെന്നും പറഞ്ഞ്. ആർത്തി പൂണ്ട വക്കീല് ആ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കോയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ ആരും ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ എതിർഭാഗം വക്കീലാണെങ്കിൽ മാർക്കോയെ തലങ്ങും വിലങ്ങും ഓരോന്ന് ചോദിച്ച് വളരെ ബുദ്ധിമുട്ടിക്കുവാണ്. അതായത് ഒരു സ്ത്രീലമ്പടനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കോയ്ക്ക് വയസ്സ് എത്രയാണ്, അച്ഛൻ അമ്മ ആരാണ്, അതൊക്കെ ചോദിക്കും. അപ്പൊ മാർക്കോ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും എനിക്ക് അറിയത്തില്ല, 28 വയസ്സായി, MA പൊളിറ്റിക്സ് വരെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഈ പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിച്ചു ഈ മാർക്കോയെ, അപ്പം രക്ഷിക്കാൻ വന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്നൊക്കെ പറയുന്നുണ്ട്. അവന്മാരാണ് ആ ഗുണ്ടകള്. ഈ 2 ഗുണ്ടകളും ഈ പെണ്ണും എല്ലാം കോടതി ഇരിക്കുവാണ്. അങ്ങനെ മാർക്കോ ആവുന്നത് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ രക്ഷിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും, അല്ലാതെ ഞാൻ ഉപദ്രവിച്ചിട്ടേ ഇല്ലെന്നൊക്കെ പറയുവാണ്. മേഘനാണ് ഇതൊക്കെ കേട്ടോണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഒരു കാര്യം പറയുവാണ്, അതായത് നിരപരാധികളായ ഒരുപാട് പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതുപോലത്തെ മിടുക്കന്മാരായ വക്കീല് കള്ളത്തരം പറഞ്ഞിട്ട് ഓരോ നിരപരാധികളായ ശിക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ജഡ്ജ് ചോദിക്കുവാണ്, അങ്ങനെ തനിക്ക് വേണ്ടി മിടുക്കന്മാരാരും ഇല്ലേടെ എന്ന് ചോദിക്കുവാണ്. അപ്പം മാർക്കോയാണെങ്കിൽ ഇല്ലാന്ന് പറയുവാണ്. പെട്ടെന്നാണ് നമ്മുടെ മാർക്കോയുടെ വക്കീല് കോടതിയിലേക്ക് കയറി വരുന്നത്. ആരാണ്? കണ്ണനാണ് മാർക്കോയുടെ വക്കീല്. പുറകെ അനന്തവും, രണ്ടുപേരും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇത് കണ്ടിട്ട് മാർക്കോ തന്നെ ഞെട്ടി. ഇരുന്ന മേഘനാണെങ്കിൽ ഉരുകിയിരിക്കുവാണ്. മേഘൻ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ. മേഘനുണ്ടെന്ന് ഇവർക്കും അറിയത്തില്ല, ഇവരുണ്ടെന്ന് മേഘനും അറിയത്തില്ല ഇതിനകത്ത്. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അനന്തും കൂടെ കോടതിയിലേക്ക് വരുവാണ്. എന്നിട്ട് ഇതിനകത്ത് സാക്ഷി പറയാൻ പോകുന്നത് മഹാലക്ഷ്മിയാണ്. അതായത് കണ്ണൻ മഹാലക്ഷ്മിയെ ക്രോസ് വിസ്താരം ചെയ്യുവാണ്. അതായത് മഹാലക്ഷ്മി അന്ന് നടന്ന ഇൻസിഡന്റ് പറയുവാണ്. അതായത് മാർക്കോ അങ്ങനെയുള്ള ഒരാളല്ല, നല്ലവനാണെന്ന് ചിത്രീകരിക്കുവാൻ വേണ്ടി നടന്ന കാര്യങ്ങളും എല്ലാം, മാർക്കോയുടെ ഹിസ്റ്ററി എല്ലാം മഹാലക്ഷ്മി പറയുവാണ്. ഇങ്ങനെ അപകടം ഉണ്ടായെന്നും മാർക്കോയാണ് രക്ഷനൊക്കെ പറയുവാണ്. അപ്പൊ ഓപ്പോസിറ്റ് വക്കീല് പറയുവാണ്, ഈ ഡിഫെൻഡ് ചെയ്യുന്ന ഈ വക്കീലിന്റെ വൈഫാണ് ഈ മഹാലക്ഷ്മി, അതുകൊണ്ടത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാണ്. പക്ഷെ മഹാലക്ഷ്മി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വെച്ചാൽ 1 മണിക്കൂർ നീണ്ട എപ്പിസോഡാണ്. ഇതിനകത്ത് എന്തായാലും അനന്തവും കണ്ണനും മാർക്കോയെ ഇറക്കിക്കൊണ്ട് വരും. അപ്പം ഇതിനിടയ്ക്ക് CCTVയുടെ ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ആ CCTVയുടെ ദൃശ്യത്തിന്റെ ഒറിജിനൽ ദൃശ്യം നമ്മുടെ കണ്ണനും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന 2 ഗുണ്ടകളും ആ ലേഡി ആണെങ്കിൽ നിന്ന് ഉരുകുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. കാര്യം എല്ലാം ഓപ്പോസിറ്റായി, അവർക്ക് നേരെയായി എല്ലാം. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന്റെ 1 മണിക്കൂറത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനകത്തും ഒരുപാട് പറയുന്നുണ്ട് നമ്മുടെ മാർക്കോയെ. അതായത് മാർക്കോയുടെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഈ വക്കീല്. അതെല്ലാം നമ്മുടെ മേഘനാണെങ്കിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കോ ആണെങ്കിൽ നമ്മുടെ മേഘനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ എനിക്കിട്ട് തന്ന പണിയിനേക്കാളും വലിയൊരു പണി, നീ പ്രതീക്ഷിക്കാത്തൊരു പണി നിനക്കിട്ട് ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ തരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ മേഘം പറയുവാണെങ്കിൽ, നീ ഇറങ്ങാൻ പോകുന്നില്ലല്ലോ, നീ ഇവിടുന്ന് റിമാൻഡിലാവും, റിമാൻഡിലായി കഴിഞ്ഞാലും നീ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോകുന്നില്ല, അതിനുള്ള പണി ഞാൻ നിനക്കിട്ട് തരുമെന്ന് പറയുവാണ്. അപ്പൊ മാർക്കോ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഡയറക്റ്റും അറിയത്തില്ല, നീ എന്തിനാണ് ഇത് ചെയ്തെന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് കാണാം, ഇനി നിന്റെ ഫേസ് ഞാൻ മറക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചേക്കുവാണ് മേഘനെ. അപ്പൊ നാളത്തെ എപ്പിസോഡ് ഫുള്ള് കോടതിയിലെ കാര്യങ്ങളൊക്കെയാണ്. എന്താണേലും കണ്ണനും അനന്തവും കൂടെ മാസമായിട്ട് തന്നെ നമ്മുടെ മാർക്കോയെ ഇറക്കിക്കൊണ്ട് പോകും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്